നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം. കൂജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഏകനവതിതമ സർഗഃ 91-ാം സർഗത്തിലെ 10 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അർത്ഥം ചിന്തിച്ചിരുന്നു. ഇനി ബാക്കി കുറേ ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥമൊന്ന് നോക്കാം. 11 തുടങ്ങി 19 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. 11-ാമത്തെ ശ്ലോകം. അഗ്നിശാലാം പ്രവിശ്യാഥ പീത്വാപരിമൃജ്യജ ആതിഥസ്യ ക്രിയാഹേതോർ വിശ്വകർമ്മണമാഹ്വയത്. ആഹ്വയേ വിശ്വകർമാണം അഹം തുഷ്ടാരമേവ ച ആതിഥ്യം കർത്തുമിച്ഛാമി തത്ര മേ സംവിധീയതാം. ആഹ്വയേ ലോകപാലം സ്ത്രീൻ ദേവാൻ ശക്രപുരോഗമാൻ ആതിഥ്യം കർത്തുമിച്ഛാമി തത്ര മേ സംവിധീയതാം. പ്രാക് സ്രോതസക്ഷയാനദ്യ സ്തര്യക്സ്രോതസയേവ ച പൃഥിവ്യാമന്തരീക്ഷേ ച സമായാന്തോദ്യ സർവശഃ. അന്യാ സ്രവന്തു മൈരേയം സുരാമന്യാ സുനിഷ്ഠിതാം അപരാച്ഛോദകം ശീതം ഇക്ഷ്വീകാണ്ഡൂരസോപമം. ആഹ്വയേ ദേവഗന്ധർവാൻ വിശ്വാവസു ഹഹാഹുഹൂൻ തഥൈവാപ്സരസോ ദേവഗന്ധർവൈക്ഷാപി സർവശഃ. ഘൃതാജിമഥ വിശ്വാജിം മിത്രകേശീമലംബുഷാം നാഗദത്താം ച ഹേമാം ച സോമാമദ്രികൃതസ്ഥലിം. ശക്രം യച്ഛോപതിഷ്ഠന്തി ബ്രഹ്മാണം യാച്ഛഭാമിനീഃ സർവാസ്തംബുരുണാ സാർത്ഥം ആഹ്വയേ സപരീച്ഛദാഃ. വനം കുരുഷ്വ യദ്ദിവ്യം വാസോ ഭൂഷണപത്രവത് ദിവ്യനാരീഫലം ശശ്വത് തത് കൗബേരമിഹൈവതു. 91-ാം സർഗത്തിലെ 11 തുടങ്ങി 19 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇപ്പോൾ ഭരദ്വാജ മഹർഷി ഈ പ്രപഞ്ചത്തിലെ മഹത്തായ വസ്തുക്കളെല്ലാം ആതിഥ്യമരുളാൻ വേണ്ടി അവിടെ സമാഹരിക്കുകയാണ്. ഭരതശത്രുഘ്നന്മാർക്കും സേനയ്ക്കും വസിഷ്ഠ മഹർഷിക്കുമൊക്കെ ആതിഥ്യമരുളാൻ വേണ്ടി പ്രപഞ്ചത്തിലെ അതിവിശിഷ്ടമായിട്ടുള്ളതെല്ലാം അവിടെ സമാഹരിക്കുകയാണ്. എല്ലാ ദേവന്മാരെയും ആഹ്വാനം ചെയ്യുന്നു, ഇന്ന ഇന്ന സാധനങ്ങൾ തന്ന് അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ്. ശ്ലോകം 11. അഗ്നിശാലാം പ്രവിശ്യാഥ പീത്വാപരിമൃജ്യ ച ആതിഥ്യസ്യ ക്രിയോ ഹേതുർ വിശ്വകർമാണമാഹ്വയത്. ശ്ലോകം 11-ൻ്റെ അർത്ഥം. 91-ാം സർഗത്തിലെ മഹർഷി അഗ്നിശാലയിൽ പ്രവേശിച്ച് കാൽ കഴുകി ജലം ആചമനം ചെയ്ത് ആതിഥ്യക്രിയ നിർവഹിക്കാൻ വിശ്വകർമാവിനെ ആഹ്വാനം ചെയ്തു.
ആഹ്വയേ വിശ്വകർമാണം അഹം തുഷ്ടാരമേവ ച ആതിഥ്യം കർത്തുമിച്ഛാമി തത്ര മേ സംവിധീയതാം. ശ്ലോകം 12 അർത്ഥം. ദേവശില്പിയായ വിശ്വകർമാവിനെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. വിരുന്നൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേണ്ടതെല്ലാം ചെയ്തു തന്നാലും. ശ്ലോകം 13. ആഹ്വയേ ലോകപാലം സ്ത്രീൻ ദേവാൻ ശക്രപുരോഗമാൻ ആതിഥ്യം കർത്തുമിച്ഛാമി തത്ര മേ സംവിധീയതാം. 13 ശ്ലോകത്തിൻ്റെ അർത്ഥം. 3 ദിക്പാലകരെയും, അതായത് അഗ്നി, വരുണൻ, വായു, ഇന്ദ്രാദി ദേവന്മാരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. വിരുന്നൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭരതനെയും മഹാസേനയെയുമൊക്കെ വിരുന്നൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേണ്ടത് ചെയ്തു തന്നാലും. ശ്ലോകം 14. പ്രാക് സ്രോതസജ്ജയാ നദ്യ സര്യക്സ്രോതസയേവ ച പൃഥിവ്യാമന്തരീക്ഷേ ച സമായാന്ത്യ സർവശഃ. 14 ശ്ലോകത്തിൻ്റെ അർത്ഥം. കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയുമായി പൃഥ്വിയിലും അന്തരീക്ഷത്തിലുമുള്ള നദികളെല്ലാം ഇങ്ങോട്ട് ഒഴുകുമാറാകട്ടെ. ശ്ലോകം 15. അന്യാസ്രവന്തു മൈരേയം സുരാമന്യാസുനിഷ്ടതാം അപരാച്ഛോദകം ശീതം ഇക്ഷ്വാകാണ്ഡരസോപമം. ശ്ലോകം 15 അർത്ഥം. ചിലർ മൈരേയമെന്ന മധു ഒഴുക്കട്ടെ, മറ്റു ചിലർ സുരയെന്ന മധു ഒഴുക്കട്ടെ. സുനിഷ്ഠതകളായ ഇനി ചിലർ തണുത്ത കരിമ്പിന്നീരൊത്ത ഉദകം ഒഴുക്കട്ടെ. ശ്ലോകം 16. ആഹ്വയേ ദേവഗന്ധർവാൻ വിശ്വാവസൂഹൂൻ തഥൈവാപ്സരസോ ദേവ ഗന്ധർവൈക്ഷാപി സർവശഃ. 16 ശ്ലോകത്തിൻ്റെ അർത്ഥം. ദേവഗന്ധർവന്മാർ, ഹാഹ, ഹൂഹു, വിശ്വാവസു, അപ്സരസ്സുകൾ, ഗന്ധർവ സ്ത്രീകൾ മുതലായവരെയെല്ലാം ഞാൻ ആഹ്വാനം ചെയ്യുന്നു. 17-18 ശ്ലോകങ്ങൾ. ഘൃതാജിമഥ വിശ്വാചീം മിത്രകേശീമലംബുഷാം നാഗദത്താം ച ഹേമാം ച സോമാമദ്രികൃതസ്ഥലിം ശക്രം യച്ഛോപതിഷ്ഠന്തി ബ്രഹ്മാണം യാച്ഛഭാമിനീഃ സർവാംസ്തുംബുരുണാസ്വാർത്ഥം ആഹ്വയേ സപരിച്ഛദാ. 17-18 ശ്ലോകങ്ങളുടെ അർത്ഥം. ഘൃതാജി, വിശ്വാജി, മിത്രകേശി, അലംബുഷ, നാഗദത്ത, ഹേമ എന്നിവരെ പരിസേവിക്കുന്ന ഭാമിനിമാരെയും പരിവാരത്തോടെയും തുമ്പുരുവോടെയും എത്തിച്ചേരാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ശ്ലോകം 19. വനം കുരുഷു യദ്ദിവ്യം വാസോ ഭൂഷണപത്രവത് ദിവ്യനാരീഫലം ശശ്വത് തത് കൗബേരമിഹൈവതു. 19 ശ്ലോകത്തിൻ്റെ അർത്ഥം. ആടയാഭരണങ്ങളാകുന്ന ഇലകളുള്ളവയും ദിവ്യനാരികളാകുന്ന ഫലങ്ങളുള്ളവയുമായ കുബേരൻ്റെ കുരുസ്ഥാനത്തുള്ള വനം ഇവിടെ പരട്ടെ. ഇവയെല്ലാം ഇവിടെ എത്തിച്ചേരുവാൻ വേണ്ടി ഞാൻ അതാതിൻ്റെ ഉടമകളോട് ആഹ്വാനം ചെയ്യുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.